ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമുക്ക് പവിത്രം സീസൺ 2 വിക്രത്തിൻ്റെയും വേദയുടെയും മകളുടെയും നല്ലൊരു കഥ കേൾക്കാം. ഞാനീ പറയുന്നത് തമിഴ് പതിപ്പാണ്. തമിഴ് റിവ്യൂ കണ്ടതിന് ശേഷമാണ് ഈ പറയുന്നത്. ഈ ഒരു ഭാഗം നമുക്ക് മലയാളത്തിൽ വരാൻ പോകുന്ന ദിവസം ഉറപ്പായിട്ടും നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ 6 വർഷങ്ങൾക്ക് ശേഷം വിക്രം ജയിലിൽ നിന്ന് ഇറങ്ങുകയാണ്. വിക്രം ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ആദ്യം വരുന്നത് വേദയുടെ വീട്ടിലോട്ടാണ്. വിക്രത്തിന് വേണ്ടി കേസൊക്കെ കോടതിയിൽ വാദിക്കുന്നത് നമ്മുടെ ശങ്കരനാരായണനാണ്. വിക്രത്തിന് ഓപ്പോസിറ്റായിട്ട് നിന്ന് വാദിക്കുന്നത് നമ്മുടെ ദർശനാണ്, ചന്ദ്രശേഖരക്കുറുപ്പിൻ്റെ മകനാണ്. അങ്ങനെ വിക്രം കോടതിയിൽ കയറി ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടോ തന്നെയാണ് പറയുന്നത്. പക്ഷേ വേദയുടെ അച്ഛൻ മാക്സിമം വിക്രത്തിനെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും വിക്രം സ്വയം കുറ്റമേൽക്കുകയാണ്. അങ്ങനെയാണ് വിക്രം ജയിലിലാവുന്നത്. അതിനുശേഷം വേദയുടെ വീട്ടിലോട്ട് വിക്രം തിരിച്ചു വരുന്നുണ്ട്. തിരിച്ചു വന്നതിന് ശേഷം നമ്മുടെ ശങ്കരനാരായണനോട് സംസാരിക്കുന്നുണ്ട്. മോനെ, ഞാൻ നിന്നെ ജയിലിൽ നിന്ന് ഇറക്കാൻ ഒരുപാട് ശ്രമിച്ചതാണ്. പക്ഷേ നീ കോടതിയിൽ കയറി ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാണ് നിനക്ക് ഇത്രയും നാളും ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ വേദയും കുഞ്ഞിനെയും കുറിച്ചാണ് വിക്രം അന്വേഷിക്കുന്നത്. പക്ഷേ വേദ ഗർഭിണിയാണെന്നുള്ള ഒരു ഭാഗം നമ്മുടെ തമിഴിൽ കാണാൻ പറ്റും. പക്ഷേ അങ്ങനെ വേദയെ കുഞ്ഞിനെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ വേദയെക്കുറിച്ച് ഒരു വിവരവും ആർക്കും ഇല്ലാമായിരുന്നു. വേദ എവിടെ പോയെന്നും ആർക്കും അറിയത്തില്ല. അന്നത്തെ ആ സംഭവത്തിന് ശേഷം വേദ എവിടെ പോയെന്നുള്ള കാര്യം എല്ലാവരും അന്വേഷിക്കുന്നെങ്കിലും വേദയെക്കുറിച്ച് ആർക്കും ഒരു വിവരവും ലഭിക്കുമായിരുന്നില്ല. പക്ഷേ തൻ്റെ കുഞ്ഞിനെ വേദ ഇല്ലാതാക്കിയെന്ന് മാത്രം എല്ലാവരും പറയുന്നുണ്ട്. അപ്പോഴേക്കും നീ കോടതി കയറി നീ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞതിൻ്റെ ദേഷ്യത്തിലാണ് വേദ കുഞ്ഞിനെ ഇല്ലാതാക്കിയെന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ അതൊരിക്കലും ഞാൻ വിശ്വസിക്കത്തില്ലെന്ന് വേദയുടെ അച്ഛൻ പറയുന്നുണ്ട്. അത് തന്നെയാണ് വിക്രം പറഞ്ഞത്. ഒരിക്കലും വേദ സ്വന്തം കുഞ്ഞിനെ നശിപ്പിക്കുമെന്ന് ഒരിക്കലും എനിക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ലെന്ന് പറയും. പക്ഷേ എല്ലാവരും പറയുന്നത് വിക്രം ചെറിയ രീതിയിലെങ്കിലും വിശ്വസിക്കുന്നുണ്ട്. അതിനുശേഷം വേദയുടെ അച്ഛൻ പറയുന്നുണ്ട്, അവളുടെ അമ്മ മരിച്ച കാര്യം പോലും അവൾക്ക് അറിയുമോ എന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. അവളെക്കുറിച്ച് ഓർത്ത് നീറിയാണ് അവളുടെ അമ്മ പോലും മരിച്ചതെന്നുള്ള കാര്യമൊക്കെ വിക്രത്തിനോട് പറയുന്നുണ്ട്. അതിനുശേഷം ഇതെല്ലാം കേട്ടിട്ട് വിക്രം നേരെ വരുന്നത് ബാറിലോട്ടാണ്. ബാറിലിരുന്ന് വിക്രം നല്ല രീതിയിൽ മദ്യപിക്കുന്നുണ്ട്. അങ്ങനെ രാജേട്ടനും ഒക്കെ കൂടെ ഉണ്ട്. വിക്രം നീ ഇങ്ങനെ ഒരുപാട് മദ്യപിക്കാമെന്ന് പറയും. ഇല്ല രാജേട്ടൻ, എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. വേദയും ഞാൻ ജയിലിൽ കിടക്കുന്ന സമയം മൊത്തം എൻ്റെ മനസ്സ് നിറയെ വേദയായിരുന്നു. വേദയും എൻ്റെ കുഞ്ഞിൻ്റെ മുഖവും കാണണമെന്ന് കരുതിയാണ് ഞാൻ ഇത്രയും നാൾ ഞാൻ ജയിലിൽ കിടന്ന് തിരിച്ചു വന്നതിന് ശേഷം വേദയും കുഞ്ഞിനെയും കാണാൻ ആഗ്രഹിച്ച എനിക്ക് ഇങ്ങനൊരു വാർത്തയാണല്ലോ കേൾക്കാൻ പറ്റിയത്. ഒരിക്കലും അവൾ ഇങ്ങനൊരു കാര്യം എന്നോട് ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ചെയ്യും ഇതൊക്കെ സത്യമാണോ എന്ന് നമുക്കറിയത്തില്ലല്ലോ വിക്രം എന്നൊക്കെ പറയും. സത്യമായിരിക്കുന്നതുകൊണ്ടാണല്ലോ എല്ലാവരും ഇത് പറയുന്നതെന്നൊക്കെ പറയും. എങ്കിലും വിക്രം നല്ല രീതിയിൽ മദ്യപിക്കുന്നുണ്ട്. അതിനുശേഷം വിക്രത്തെ കൂട്ടുകാരെല്ലാവരും കൂടി ചേർന്ന് പിടിച്ചു കൊണ്ടുവരുന്നത് നമ്മുടെ രാധയുടെ വീട്ടിലോട്ടാണ്. രാധ പഴയ ഓട്ടോറിക്ഷ ഓട്ടിക്കുന്ന രാധയൊന്നുമല്ല. രാധയുടെ പൊസിഷനും സ്റ്റാറ്റസൊക്കെ ഒരുപാട് മാറിയിരിക്കുന്നു. രാധ ഒരു പ്രഗത്ഭയായ വക്കീലായിരിക്കുകയാണ്. ആ രാധയെ പഠിപ്പിച്ച് വലിയൊരു പൊസിഷനിലാക്കുന്നത് നമ്മുടെ വിക്രമാണ്. അങ്ങനെ കൂട്ടുകാർ മദ്യപിച്ച് വരുന്ന വിക്രത്തിനെ കൊണ്ടുവരുന്ന രാധയുടെ വീട്ടിലുള്ള രാധ കതക് തുറക്കുന്നുണ്ട്. എന്താ വിക്രം, എന്താ നിനക്ക് പറ്റിയെന്ന് ചോദിക്കും. രാധ ഇവൻ നല്ല രീതിയിൽ മദ്യപിച്ചിട്ടുണ്ടെന്ന് പറയും. ശരി, നിങ്ങൾ അവനെ റൂമിലോട്ട് കിടത്താൻ പറയും. അങ്ങനെ വിക്രത്തിനെ റൂമിൽ കൊണ്ട് കിടത്തും. പക്ഷേ ഇതൊന്നും നമ്മുടെ രാധയുടെ അച്ഛൻ അത്ര ഇഷ്ടപ്പെടുന്നില്ല. അച്ഛക്ക് നീ എന്തിനാ മോളെ ഇവനെ വീട്ടിനകത്ത് കയറ്റുന്നത്, ഇന്ന് നിൻ്റെ പൊസിഷനൊക്കെ മാറിപ്പോയെന്നൊക്കെ പറയും. നിനക്ക് നല്ല നല്ല കല്യാണാലോചന വരുന്ന സമയമാണ്, ഈ സമയത്ത് ഇവനെ വീട്ടിനകത്ത് കയറ്റിയാൽ നിനക്ക് ദുഷ്പേരുണ്ടാവുമെന്ന് പറയും. അച്ഛൻ അങ്ങനൊന്നും പറയരുത്, എവിടെയും എത്താതെ കിടന്ന എൻ്റെ ജീവിതത്തിൽ ഇന്ന് ഈ ഒരു പച്ച പിടിപ്പിച്ചത് വിക്രമാണെന്ന് പറയും. അച്ഛനറിയാമല്ലോ, എന്നെ തുടർന്ന് പഠിപ്പിക്കാനും വക്കീലാക്കാനും ഒക്കെ വേണ്ടി വിക്രമാണ് പ്രയത്നിച്ചത്. ആ വിക്രത്തെ ഞാൻ ഈ ഒരു സമയത്ത് കൈവിടണമെന്ന് ചോദിക്കും. മോളെ, നിൻ്റെ ഇന്നത്തെ എൻ്റെ പൊസിഷന് കാരണം ആരാ എന്ന് നമ്മുടെ രാധ ചോദിക്കുന്നു. വിക്രമല്ലേ എന്നെ പഠിപ്പിച്ച് ഈ ഒരു പൊസിഷനിലാക്കിയത്, അതുകൊണ്ടല്ലേ എനിക്ക് ഇന്നീ കാണുന്ന വീടും മറ്റ് സൗകര്യങ്ങളും ഒക്കെ ഉണ്ടായെന്ന് നോക്കും. അതിന് നന്ദി പ്രകടിപ്പിക്കേണ്ട ഈ ഒരു സമയത്ത് എനിക്ക് വിക്രത്തെ ഉപേക്ഷിക്കാൻ കഴിയത്തില്ലെന്ന് തന്നെ രാധയുടെ സ്റ്റാൻഡ് അച്ഛനോട് ഉറപ്പിച്ച് തന്നെ പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ വിക്രം അവിടെ കിടന്നിങ്ങനെ ഉറങ്ങുകയാണ്. ആ സമയത്ത് രാധ റൂമിലോട്ട് ചെല്ലും. എന്താ വിക്രം, നിനക്ക് പറ്റിയെന്ന് ചോദിക്കും. എന്നാലും രാധ അവൾ എന്നോട് ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അവൾ എൻ്റെ കുഞ്ഞിനെ നശിപ്പിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എന്നോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ അതൊക്കെ എന്നോട് തീർത്തുകൂടായോ, അവൾ എന്തിനാ എൻ്റെ കുഞ്ഞിനെ നശിപ്പിച്ചെന്നൊക്കെ ചോദിക്കും. ആ സമയത്ത് രാധ പറയും, നീ ഒന്ന് റിലാക്സ് ചെയ്യും വിക്രം, ഇപ്പോൾ ഇതൊന്നും സംസാരിക്കേണ്ട സമയമല്ല, നീ ആദ്യം ഒന്ന് ഉറങ്ങി എഴുന്നേറ്റതിന് ശേഷം നമുക്ക് സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞ് രാധ വിക്രത്തിനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ വേദയാണ്, ആന്ധ്രാപ്രദേശാണ് കാണിക്കുന്നത്. വേദ ആന്ധ്രാപ്രദേശിൽ കളക്ടറായിട്ട് ജോലി ചെയ്യുകയാണ്. ആ സമയത്ത് അവിടെ ഒരു കള്ളക്കടത്ത് സംഘത്തെ പോലീസുകാർ പിടിക്കുന്നുണ്ട്. ആ സമയത്താണ് വേദ അങ്ങോട്ട് വരുന്നത്. വേദ ആ ഒരു നഗരത്തെ തന്നെ നല്ല ക്ലീൻ ആക്കുകയാണ്. വേദ അവിടെ കളക്ടറായി ജോലി ചെയ്യുന്ന സമയത്ത് തന്നെ അവിടെ നല്ല സമാധാനം ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുകയാണ്. മറ്റ് ക്രിമിനൽസിനെ എല്ലാം ജയിലിലടയ്ക്കുകയും നല്ല രീതിയിലൊരു ഭരണം നിലനിർത്താൻ വേദയ്ക്ക് കഴിയുന്നുണ്ട്. പക്ഷേ അതിൻ്റെയൊക്കെ ഒരു ഭവിഷ്യത്തും വേദയ്ക്കുണ്ട്. മറ്റ് ആൾക്കാരെല്ലാം ഓപ്പോസിറ്റ് നിൽക്കുന്നവരെല്ലാം വേദയ്ക്കെതിരെ തിരിയുകയാണ്. അങ്ങനെ കള്ളക്കടത്ത് സംഘത്തിന് അനുകൂലമായ കുറച്ച് ആൾക്കാർ ചേർന്ന് വേദയ്ക്ക് ട്രാൻസ്ഫർ സംഘടിപ്പിച്ച് കൊടുക്കുകയാണ്. അതും വേദ ഒട്ടും ഇഷ്ടപ്പെടാത്ത കേരളത്തിലോട്ട് പോകാനായിട്ട് വേദയ്ക്ക് ട്രാൻസ്ഫർ കിട്ടിയിരിക്കുകയാണ്.
ആ വിഷമത്തിലാണ് വേദ. എങ്ങനെയും താനും തൻ്റെ കുഞ്ഞും ആരും അറിയാതെ ഒരു സ്ഥലത്ത് താമസിക്കുകയാണ്. ഇനി ഞാൻ ഒട്ടും ഇഷ്ടപ്പെടാത്ത കേരളത്തിലൂടെ തന്നെ പോകേണ്ടി വരും. മറ്റേതെല്ലാം സ്ഥലത്ത് എന്നെ ട്രാൻസ്ഫർ ചെയ്യിപ്പിക്കാമായിരുന്നു. ഞാൻ ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരു സ്ഥലത്തോട് തന്നെ ആണല്ലോ എനിക്ക് കിട്ടിയെന്നൊക്കെ പറഞ്ഞ് വേദ ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ വിക്രത്തിൻ്റെയും വേദയുടെയും കുഞ്ഞിനെയാണ്. മോളെക്കുറിച്ച് എന്നും സ്കൂളുകാർക്ക് ഓരോരോ പരാതിയാണ്. അങ്ങനെ ഒരു കുട്ടിയുടെ കൈയെല്ലാം നുള്ളിപ്പിച്ച് വെച്ചെന്ന് പറഞ്ഞുകൊണ്ട് സ്കൂളിൽ നിന്ന് ആയയും ആ കുട്ടിയുടെ പേരൻസും ടീച്ചറുമായിട്ട് വീട്ടിലോട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വേദ ജോലിക്ക് പോകുന്ന സമയത്ത് മോളെ നോക്കാനായിട്ട് ഒരായെ നിയമിച്ചിട്ടുണ്ട്. വേദയുടെ അതേ പ്രായമുള്ളൊരു വലിയ പ്രായ വ്യത്യാസം കാണാത്തൊരു ചേച്ചിയാണ് നിർത്തിയിരിക്കുന്നത്. വിജി എന്നാണ് അവരുടെ പേര്. അവരാണ് മോളെ നോക്കുന്നത്, കെയർ ചെയ്യുന്നതും. ആ സമയത്ത് വന്ന് കോളിംഗ് ബെൽ അടിക്കുമ്പോൾ വിജിയാണ് വാതിൽ വെക്കുന്നത്. എന്താ ടീച്ചർ എന്ന് ചോദിക്കും. ഞങ്ങൾ മോളെക്കുറിച്ച് കുറച്ച് കംപ്ലയിൻറ്റ് പറയാൻ വന്നതാന്ന് ചോദിക്കും. എന്താ മേഡം എന്ന് ചോദിക്കും. അവൾ വലിയ പ്രശ്നക്കാരിയായിട്ട് വരും. അതാ കണ്ടില്ല, ഈ കുട്ടിയുടെ കൈയെല്ലാം അവൾ നുള്ളിപ്പിച്ച് വെച്ചേക്കുവാണ്. എന്തൊരു ഉപദ്രവം അവൾ കുട്ടികളെ ഉപദ്രവിക്കുന്നതെന്ന് അറിയാവോ. എന്നും അവളെക്കുറിച്ച് ഓരോരോ പരാതികളാണ്. ഞങ്ങൾ ഇത്രയും നാളും ഒന്നും പറയാതിരുന്നത് വേദ മേഡത്തിൻ്റെ മോളായതുകൊണ്ടാണ്. എന്നിട്ട് ഇങ്ങനെയും കുരുത്തക്കേട് കാണിച്ച് കഴിഞ്ഞ് ഞങ്ങൾ സ്കൂളിൽ നിന്ന് TC ഒന്ന് പറഞ്ഞു വിടുമെന്നൊക്കെ പറയും. അയ്യോ അങ്ങനെയൊന്നും പറയലേ എന്ന് പറയും. മേഡം ഇവിടെ ഇല്ല, ജോലിക്ക് പോയേക്കുവാന്ന് പറയും. ശരി, ഞാൻ വേദ മേഡത്തിനെ വിളിച്ചോളാം എന്നൊക്കെ പറയും. അങ്ങനെ അവർ വേദയെ വിളിച്ച് കുട്ടിയുടെ കുറച്ച് കുറ്റങ്ങളൊക്കെ വിളിച്ച് പറയുന്നുണ്ട്. അതിനുശേഷം വിജി ചോദിക്കും, മോളെ ഒന്ന് വിളിക്കും. അത് ചോദിക്കും, എന്താ വിജിയമ്മയെന്ന് ചോദിക്കും. അമ്മയെന്നാണ് കുട്ടി വിജിയെ വിളിക്കുന്നത്. അത് ചോദിക്കും, മോളെ എന്തൊക്കെയാണ് കേൾക്കുന്നതെന്ന് പറയും. അത് ഞാൻ ആ കുട്ടിയെ ഉപദ്രവിച്ചെന്നുള്ള. ശരി, എന്തിനാ മോളെ അങ്ങനെ ചെയ്തതെന്ന് ചോദിക്കും. മോളുടെ അമ്മ ഒരു കളക്ടറല്ലേ, മോൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ അമ്മയ്ക്കത് മോശമല്ലേ എന്നൊക്കെ പറയാം. അത് എപ്പോൾ സ്കൂളിൽ ചെന്നാലും അവൾ എന്നെ കളിയാക്കുമെന്ന് ചോദിക്കും. എന്തിനാ മോളെ കളിയാക്കുന്നത്. അത് അവൾ പറയും, ഞങ്ങളുടെ എല്ലാം ഫംഗ്ഷനും ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഞങ്ങളുടെ പേരൻസാണ് വരുന്നത്, എൻ്റെ അച്ഛനും അമ്മയും വരും. നിൻ്റെ ഒരു കാര്യത്തിന് പോലും നിൻ്റെ പേരൻസ് ഒരുമിച്ച് വന്നിട്ടില്ലല്ലോ, നിനക്ക് അച്ഛനില്ലേ, നീ അച്ഛനില്ലാത്ത കുട്ടിയാ, നിൻ്റെ അച്ഛൻ ആരാന്ന് നിനക്കറിയാവോ, നിൻ്റെ അച്ഛൻ്റെ പേര് നിനക്കറിയാവോ എന്നൊക്കെ ചോദിച്ച് എപ്പോഴും എന്നെ കളിയാക്കും എന്നൊക്കെ പറയുന്നത് കേൾക്കും വിജിക്ക് നല്ല വിഷമോ. അതുകൊണ്ടാണ് ഞാൻ അവളെ ഉപദ്രവിച്ചതെന്ന് പറയും. അപ്പോഴത്തേക്ക് വിജി പറയും, മോൾ വിഷമിക്കേണ്ട, അമ്മ വരട്ടെ, നമുക്ക് അമ്മയോട് സംസാരിക്കാമെന്ന് പറയും. അയ്യോ അമ്മ വന്നാൽ എന്നെ അടിക്കും വിജിയമ്മയെന്ന് പറയും. ഇല്ല, മോളെ ഒന്നും ചെയ്യത്തില്ല, വിജിയമ്മ സംസാരിക്കാമെന്ന് പറയും. അങ്ങനെ വേദയ്ക്ക് മോളെക്കുറിച്ചുള്ള പരാതി കിട്ടുന്നതനുസരിച്ച് വേദ അങ്ങോട്ട് വരുന്നുണ്ട്. ആ സമയത്ത് ചോദിക്കും എവിടെ മോളെവിടെ എന്ന് ചോദിക്കും. അത് എന്തിനാ, അവളെ കുരുത്തക്കേട് കണ്ടില്ലേ, അവൾ സ്കൂളിലുള്ള കുട്ടികളെയൊക്കെ ഇങ്ങനെ ഉപദ്രവിക്കാൻ തുടങ്ങി, എങ്ങനെ അതിനാണ് ഇവിടെ ഞാൻ സ്കൂളിൽ അയക്കുന്നത്, പഠിക്കാനല്ലേ, മറ്റുള്ള കുട്ടികളെ ഉപദ്രവിച്ചാണോ നിങ്ങൾ സന്തോഷം കണ്ടതെന്നൊക്കെ ചോദിച്ച് മോളെ വഴക്ക് പറയുന്നുണ്ട്. ആ സമയത്ത് വിജി പറയും, മോൾ എന്തിനാ ആ കുട്ടി ഉപദ്രവിച്ചെന്നുള്ള കാര്യം വേദമൊക്കെ അറിയാമെന്ന് ചോദിക്കും. എന്തിനാ അതും ഞാൻ എങ്ങനെ പറയുമെന്ന് ചോദിക്കും. എന്താ ചേച്ചി കാര്യം പറയാൻ പറയും. അത് മോള് എപ്പോഴും സ്കൂളിൽ ചെല്ലുമ്പോൾ മോളെ മറ്റു കുട്ടികളെ കളിയാക്കുന്നുണ്ട്, മോൾക്ക് അച്ഛനില്ലെന്ന് പറഞ്ഞുകൊണ്ട് പേരൻസ് മീറ്റിങ്ങിന് ചെല്ലുമ്പോഴും വേദമോൾ മാത്രമാണ് ചെല്ലുന്നത്, കുട്ടിക്ക് അച്ഛനില്ല, അച്ഛൻ്റെ പേരറിയത്തില്ല എന്ന് പറഞ്ഞ് അച്ഛനെക്കുറിച്ചൊക്കെ പറഞ്ഞ് മോളെ എപ്പോഴും ഓരോരുത്തർ കളിയാക്കും. അതിൻ്റെ സങ്കടം കൊണ്ട് മോളെ അങ്ങനെ ഉപദ്രവിച്ച് പോയെന്ന് പറയും. അതുകൊണ്ട് അവളെ അടിക്കാനൊന്നും ശ്രമിക്കരുത്, അവൾക്ക് പിന്നെ സങ്കടമാവുമെന്ന് പറയും. ഞാനും എപ്പോഴും മോളെ ചോദിക്കണമെന്ന് കരുതിയിരുന്നതാണ്. മോളുടെ ജീവിതത്തെക്കുറിച്ച് എനിക്ക് വലുതായിട്ടൊന്നും അറിയത്തില്ല, എങ്കിലും മോളുടെ അച്ഛനെക്കുറിച്ചെങ്കിലും ഒന്ന് പറഞ്ഞുകൂടായോ എന്ന് ചോദിക്കും. ചേച്ചി ഞാൻ പറയാമെന്നൊക്കെ വിജിയോട് വേദ പറയുന്നുണ്ട്. ആ സമയത്ത് മോളെവിടെ നിന്ന് ചോദിക്കും. അങ്ങനെ മോളെ വിളിക്കുമ്പം മോൾ പേടിച്ച് വരത്തില്ല. അപ്പം വിജി പറയും, മോളെ അടിക്കത്തൊന്നുമില്ല, മോൾ അങ്ങോട്ട് വരാൻ പറയും. അങ്ങനെ മോൾ അടുത്തോട്ട് വരുന്നുണ്ട്. അത് ചോദിക്കും, അമ്മ എന്നെ അടിക്കല്ലേ അമ്മ. ഇല്ല, മോളെ അമ്മ അടിക്കത്തില്ലെന്ന് പറയും. മോൾ എന്തിനാ മറ്റു കുട്ടികളെ ഇങ്ങനെ ഉപദ്രവിക്കുന്നതെന്ന് ചോദിക്കും. അത് ഞാൻ പറഞ്ഞില്ലേ അമ്മ, എന്നെ അച്ഛൻ്റെ പേര് പറഞ്ഞ് എല്ലാവരും എന്നെ കളിയാക്കുന്നുണ്ടെന്നൊക്കെ വേദയെടുത്ത് മോള് സങ്കടം പറയും. ആ മോള് വിഷമിക്കണ്ട പറയും, എനിക്ക് ആ സ്കൂളിൽ ഇനി പഠിക്കാൻ പോകണ്ട അമ്മേ എന്ന് പറഞ്ഞ് മോളെടുത്ത് മോള് കരയും. വേണ്ട മോൾ ഇനി ആ സ്കൂളിൽ പഠിക്കാൻ പോകണ്ട, നമ്മൾ കേരളത്തിലോട്ട് മാറി താമസിക്കാൻ പോകുന്നവരും. എനിക്ക് കേരളം വലിയ ഇഷ്ടമാണ് അമ്മേ എന്നൊക്കെ പറയും. കേരളം ഇഷ്ടമാണോ? അതെ, എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേരളം എന്ന് പറയും. നമ്മൾ അവിടെയാണ് ഇനി താമസിക്കാൻ പോകുന്നത്, നമുക്ക് അവിടുത്തെ സ്കൂളിൽ മോളെ അമ്മ ചേർക്കാമെന്ന് പറയും. അത് മതിയെന്ന് പറയും. അങ്ങനെ വിജിയുടെ കാര്യങ്ങളൊക്കെ പറയും. മോളെ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഇവിടുന്ന് മാറണമല്ലോ, ഒരു മാസത്തിനുള്ളിൽ ഇവിടുന്ന് മാറണം, പിന്നെ മോളെ TC ഒക്കെ മേടിക്കണമെന്ന് പറയും. അങ്ങനെ വേദ ആന്ധ്രാപ്രദേശിൽ നിന്ന് മോളെയും കൂട്ടിക്കൊണ്ട് കേരളത്തിലോട്ട് വരികയാണ്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ വരാൻ പോകുന്ന സീസൺ 2 ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയും. ഈ സെയിം കഥ തന്നെയായിരിക്കും നമുക്ക് മലയാളത്തിലും കാണാൻ പറ്റുന്നത്. അപ്പോൾ അതിനായി നമുക്ക് കാത്തിരിക്കാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. നന്ദി.